ഹമാസിനെ നിരായുധീകരിക്കുക തന്നെ ചെയ്യുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സ്വയം ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറെന്ന് ഹമാസ് തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. അക്കാര്യത്തിൽ പുറകോട്ടു പോയാൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും പറഞ്ഞു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സമഗ്ര ധാരണയിൽ 59 രാജ്യങ്ങൾ ഭാഗമായുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫ്ലോറിഡയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു ട്രംപ്. It'll be horrible for them. Horrible. It's going to be really bad for them. And I don't want that to happen. But they made an agreement that they were going to disarm. You know, we have many countries, 59 countries that are in agreement. This is a real peace in the Middle East. And Hamas is a small part of it, but it's still a part of it. But we have 59 countries that signed on, big countries, countries that are outside of the Middle East, as you know the Middle East. They want to go in and wipe out Hamas. They don't want Israel. They don't need Israel. They want to do it because it's the right thing to do. Because they were for the deal based on the fact that Hamas pledged, they swore that they were going to disarm. Now, if they're not going to disarm, those same countries will wipe out Hamas. ഹമാസിനെ നിരായുധീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ ഐസൺ. മനസ്സിലായപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കൂടിക്കാഴ്ച നടന്നതിന് ശേഷം, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ച നടന്നതിന് ശേഷമാണ് ഈ ഹമാസിന്റെ നിരായുധീകരണം സംബന്ധിച്ച ഉറച്ച നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നത് ഹമാസിനെ നിരായുധീകരിക്കാം അല്ലെങ്കിൽ സ്വയം നിരായുധീകരിക്കാൻ തയ്യാറാണെന്ന നിലപാട് ഹമാസ് തന്നെ അറിയിക്കുകയും അതിൽ നിന്ന് അവർ പുറകോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ കാര്യത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇടപെടുന്ന വിവിധ രാജ്യങ്ങളുണ്ട്. ആ വിവിധ രാജ്യങ്ങളുടെ പട്ടികയിൽ 59ഓളം രാജ്യങ്ങളുണ്ട്. അത്തരത്തിൽ 59ഓളമുള്ള രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്ന ആ പ്രദേശങ്ങളുടെ പരിധിക്ക് അപ്പുറത്ത് പോലുമുള്ള രാജ്യങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ശക്തമായ തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിരായുധീകരണത്തിന് വിരുദ്ധമായ നിലപാടുകൾ ഹമാസ് സ്വീകരിക്കുകയാണെങ്കിൽ സംഭവിക്കുക എന്ന് തന്നെയാണ് ട്രംപ് കൃത്യമായി പറയുന്നത്. അതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്ന അല്ലെങ്കിൽ കൃത്യമായി ലഭിക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ പലതവണ വിശദീകരിച്ചതുപോലെ തന്നെ കർശന നടപടികളിലേക്ക് നീങ്ങി ഹമാസിനെ നിരായുധീകരിക്കുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ ട്രംപ് അറിയിച്ചതുപോലെ ഒരു റിവേറയായി അല്ലെങ്കിൽ ഒരു കടലോര വിശ്രമ കേന്ദ്രമായി ഗാസയെ മാറ്റുമെന്ന നിലപാടിൽ മാറ്റമില്ല എന്ന നിലപാട് തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഹമാസിനെ നിരായുധീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഈ രാജ്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നിരായുധീകരണത്തിന് വിരുദ്ധമായ നീക്കങ്ങൾ ഹമാസ് നടത്തുകയാണെങ്കിൽ ആ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ ശക്തമായ നടപടി ഉണ്ടാവുകയും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു മാറ്റുന്ന ഒരു നീക്കം ഉണ്ടാവുകയും ചെയ്യുമെന്നും ട്രംപ് അറിയിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു നിലപാട് ഉണ്ടായിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള 6ാമത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്. ഈ വർഷം തന്നെ നടന്ന 6ാമത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് എന്നതാണ് ഗൗരവമേറിയ ഒരു വിഷയം. ഫ്ലോറിഡയിലാണ് ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച നടന്നത്. വിവിധ സമാധാന ധാരണകളും സമാധാന ചർച്ചകളും നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ തുടർ നടപടികൾ 20 ദിന സമാധാന നിർദ്ദേശങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. ആ 20 ദിന സമാധാന നിർദ്ദേശങ്ങളിൽ കൃത്യമായൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ഒരു സാധ്യത തുറന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഹമാസിന്റെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റൊരു പ്രധാന വിഷയം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞത്, ഇറാൻ സ്വമേധയാ പുനഃസ്ഥാപിക്കാനുള്ള അല്ലെങ്കിൽ സ്വയം തന്നെ തങ്ങളുടെ ആയുധശേഷി തിരിച്ചു പിടിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് പോകാനുള്ള അവസ്ഥ വളരെ കുറവാണെന്നും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം ശാശ്വതമായി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഒട്ടൊക്കെ വളരെയധികം തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ജന. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.